ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ബാബിക്കും കൃഷ്ണമോൾക്കും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാബി ചോദിക്കുന്നുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നത്, ഹോസ്പിറ്റലോ? ഞാനെന്തിനും ഹോസ്പിറ്റലിൽ പോകുന്നു, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, അതിന് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചത്. എന്ത്? അല്ല, അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബാബി പറയും, അല്ല, ഞാൻ അലീനയെ കാണാൻ പോയോ എന്നാണ് ചോദിച്ചതെന്ന് പറയും. ഞാനെന്തിനാണ് അലീനെ കാണാൻ പോകുന്നത്, എനിക്കത് മനസ്സിലായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, അമ്മയ്ക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ മനസ്സിലാവാത്തതിനുള്ള അസുഖത്തിൻ്റെ ചികിത്സയൊക്കെ ഹോസ്പിറ്റലുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും ബാലേന്ദ്രൻ വരികയാണ്. കൃഷ്ണമോളെ, നിനക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, നീ ആക്റ്റീവാണ്. അതിനെന്താ, ഞാൻ തുള്ളാം, ചാടാം, മറിയാം, ഓടാം, ഒക്കെ ചെയ്യാം. ആണോ? എങ്കിലേ നീ റെഡി ആയേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകാം, അലീനയുടെ അടുത്തേക്ക് എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ തുള്ളിച്ചാടാണ് കേട്ടോ. അപ്പോൾ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തോ, യൂണിഫോം എടുത്തോ, നാളെ ഹോസ്പിറ്റലിൽ നേരെ സ്കൂളിലേക്ക് പോകാം. അപ്പോഴേക്കും വൈജയന്തി ചാടി എനിക്കാണ്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്ത് തീരുമാനിച്ചത് നടക്കുന്നത്? വേലക്കാരിക്ക് കൂട്ടിയിരിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ മോൾക്കില്ല. അവളെ കൊല്ലപ്പിള്ളിയിലെ ശിവശങ്കര മേനോൻ്റെ മോളാ വൈജയന്തിയുടെ മോള്, അവൾക്ക് ആ ഗതികേടില്ല എന്ന് പറയും. ആണോ? അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പിള്ളിയിലെ മകൻ്റെ മകനായ മനുശങ്കർ മേനോനാണ് ഇപ്പോൾ അവൾക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. അവന് നാണോ മാനോ ഇല്ല എന്ന് പറയും. ഓഹോ, അപ്പം നിന്റെ ഭർത്താവിന് നാണോ മാനോ ഇല്ലാത്തതിനൊന്നും നിനക്ക് കുഴപ്പമില്ലേ എന്ന് പറയും കേട്ടോ. അപ്പം കൃഷ്ണമോൾ പറയും, കൃഷ്ണമോളോട് വൈജയന്തി പറയും, കൃഷ്ണമോളെ, നീ ഇവർ പറയുന്നത് കേട്ടിട്ടൊന്നും തുള്ളാൻ നിൽക്കണ്ട കേട്ടോ. നിനക്ക് നാണോ മാനോ ഉണ്ട്, നിന്റെ നിലയും വില നീ മറക്കണ്ടെന്ന് പറയും. എനിക്കിതിരി നാണോ മാനമൊക്കെ കുറവാണ്, എനിക്കിപ്പോൾ തൽക്കാലം ഇത്തിരി വില താഴ്ന്നിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മനുവേട്ടൻ്റെയും അച്ഛൻ്റെയും വിലയൊക്കെ താഴ്ന്നിരിക്കല്ലേ, ആ രീതിയിലുള്ള വില മാത്രം എനിക്ക് മതി അമ്മേ എന്ന് കൃഷ്ണമോൾ പറയുകയാണേ. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരാണ് കേട്ടോ, കൃഷ്ണമോളും കൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടിയിട്ട്. അപ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കും, ബാലേന്ദ്രൻ എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കും കേട്ടോ. അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാ? അസൂയയോ, കുശുമ്പോ, ജാടിയോ, ഈഗയോ, എന്താ നിനക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ അത്രമാത്രം താഴ്ന്നു പോയി, വിലകെട്ടവരായിപ്പോയി എന്നൊക്കെ പറയും. ഇത്രയും നിനക്കാണ് വിവരവും വിവേകവും ഒന്നും ഇല്ലാത്തത്. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിവരവും വിവേകവും ഇല്ലാത്തവളെ തരാൻ പറഞ്ഞുകൊണ്ട് കൊല്ലപ്പിള്ളിയിൽ വന്ന് തപസ്സിരുന്നത്? കല്യാണം കഴിച്ചതായോ, വൈജയെ കല്യാണം കഴിച്ചതായോ എന്ന് പറഞ്ഞിട്ട്. അത് അന്ന് തലയിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ട് ഇവിടെ ആളില്ലായിരുന്നു, ആൾ താമസം ഉണ്ടായിരുന്നില്ല, ചെളിയായിരുന്നു, ക്ലേ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഇന്ന് അങ്ങനെയല്ലല്ലോ എന്ന് പറയാം കേട്ടോ. അത് കേട്ടോട്ട് വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് വൈജ മുറി കയറിയിട്ട് വാതിലടയ്ക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോൾ ഇങ്ങനെ വാതിലിൻ്റെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അലീന ചേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീനയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. നീ എങ്ങനെ വന്നു എന്ന് ചോദിക്കും. എന്നെ അച്ഛൻ കൊണ്ടുവന്നു. അച്ഛൻ എവിടെ ഉണ്ട്? അച്ഛൻ കാറിൽ വരുന്നുണ്ട്. ഞാനേ ഓടിപ്പോന്നു, അച്ഛനെ അവിടെ നിർത്തിയിട്ട് എന്ന് പറയും. ഹായ് മനുവേട്ടാ. നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട, നമ്മളിവിടെ ഉള്ള ആളല്ലല്ലോ. ആണോ, ശരി എന്നാ എന്ന് പറയട്ടോ. അതിനുശേഷം ബാബി പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ എന്ന് പറയൂട്ടോ. അപ്പോൾ അലീനയ്ക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ. ബാഗൊക്കെ ഉണ്ട്, അലീനയുടെ ബാഗും കൃഷ്ണമോളുടെ ബാഗൊക്കെ. ഇതെൻ്റെ ബാഗല്ലേ എന്ന് പറയൂട്ടോ. അതെ, ഇവളുണ്ടല്ലോ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം, ബാഗും വേണ്ട, കുടയും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ സോറി അച്ഛാ, എന്തായാലും ഞാൻ പോരുമ്പോൾ ബാഗൊക്കെ എടുത്ത് വെച്ചത് ഞാനല്ലേ, അലീന ചേച്ചിയുടെ എൻ്റെയും ബാഗൊക്കെ. ശരി, എല്ലാം വിട്ട് ഒരൊറ്റ ഓട്ടമാണെന്ന് പറയട്ടോ. എന്തായാലും ഞാൻ ഇന്ന് അലീന ചേച്ചിയുടെ കൂടെ നിന്നോളാം എന്ന് പറയും. അപ്പോൾ മനുവിനെ ഇടയ്ക്കിട്ട് കളിയാക്കുന്നുണ്ട്, നീ എവിടെ നന്നായി നോക്കുമോ? പിന്നെ നോക്കാതെ എന്ന് പറയട്ടോ. അതിനുശേഷം ബാലേന്ദ്രൻ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കുഴപ്പമില്ല, എഴുന്നേറ്റിരിക്കുമ്പോഴൊക്കെ ചെറിയൊരു വേദന എന്ന് പറയും. അതുണ്ടാവും, മസിൽസ് കയറുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ സ്റ്റിച്ച് വലിയല്ലേ മോളെ, അപ്പോൾ അതുകൊണ്ട് വേദന ഉണ്ടാവും, നന്നായി സൂക്ഷിക്കണം കേട്ടോ, സ്റ്റിച്ചൊന്നും ഇളകാതെ നോക്കണം, ബ്ലഡൊക്കെ ഒരുപാട് പോയതല്ലേ, അപ്പോൾ അതിൻ്റേതായ സൂക്ഷിക്കൽ വേണം എന്ന് പറയും. എന്നെന്തായാലും ഭവി നിൽക്കട്ടെ, മനു നീ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയും. എന്തായാലും 2 ദിവസമായില്ലേ നീ വന്നിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരി അങ്കിളെ എന്ന് പറയും. കൃഷ്ണ എന്ന് ഇവിടെ നിന്നോളും. ശരി എന്ന് പറയാം. അപ്പോൾ മനു കൃഷ്ണനോട് അലിനോട് യാത്ര പറയുകയാണേ. എന്നിട്ട് പറയും, നീ ഇവിടെ നന്നായിട്ട് നോക്കണം കേട്ടോ, ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ, വെറുതെ നോക്കിയിരുന്നാൽ മതി, പക്ഷേ റെസ്റ്റ് കൊടുക്കണമെന്ന്, വായിക്ക് റെസ്റ്റ് കൊടുക്കണം, അവൾക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയും. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോകുകയാണ് കേട്ടോ. അതിനുശേഷം കൃഷ്ണമോൾ പോയിട്ട് ബാഗിൽ നിന്ന് ഒരു
പൊതി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ആദ്യം വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പൊതി ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്നൊരു പൊതി എടുത്തിട്ട് അനിയുടെ കൈ കൊടുക്കുകയാണ് കേട്ടോ. അതാ ഇത് ഞാൻ ചേച്ചിക്ക് വാങ്ങിച്ചതാ. ഇതെന്താ? ഇത് ചോക്ലേറ്റോ? ഇന്നെന്താ വിശേഷം? ചേച്ചിക്ക് കുത്ത് കിട്ടി. എൻ്റെ കുത്ത് വരെ നീ സെലിബ്രേറ്റ് ചെയ്യാണോ കൃഷ്ണമോളെ? ആ പിന്നല്ലാണ്ട്, അല്ലെൻ്റെ ചേച്ചിക്ക് കുത്ത് കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യണ്ടേന്ന് പറയാം കേട്ടോ. എന്നിട്ട് ആദ്യം നിന്നൊരു പീസ് ചോക്ലേറ്റ് എടുത്തിട്ട് കൃഷ്ണമോളെ വായിൽ വെച്ച് കൊടുക്കുകയാണേ. അതിനുശേഷം വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇത് ചേച്ചി കഴിച്ചാൽ മതി, ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ചേച്ചിക്ക് രാത്രി ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം കേട്ടോ. എവിടെ നിന്ന്? അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം, സാധനം ഇവിടെ റെഡി ആകുമെന്ന് പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനു വീട്ടിലേക്ക് എത്താണ് കേട്ടോ. വീട്ടിലേക്ക് എത്തിയതിൻ്റെ മനു വേറൊരു മനുവായിട്ട് മാറുകയാണേ. അവിടെ ചെന്നതോടുകൂടി ദേഷ്യം വന്നിട്ട് കാറൊക്കെ കണ്ട് സ്പീഡിൽ ഓടിച്ച് കയറ്റുകയാണേ. അപ്പോൾ മനുവിനെ കണ്ട വഴിക്ക്, മനു നീ വന്നോ? 2 ദിവസമായല്ലോ നീ വന്നിട്ട്, ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ, അവളെ അടുത്തുനിന്ന് വരുന്നതായിരിക്കും എന്ന് പറയട്ടെ. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണ്. നിനക്ക് നാണമില്ലേടാ? കണ്ണി കണ്ട വേലക്കാരി പെണ്ണിൻ്റെ കാല് തിമ്മിക്കൊടുക്കലും അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലും അവളെ കാര്യങ്ങൾ അന്വേഷിക്കലും. ഹരി എവിടെ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് അവിടെ ചെന്ന് നിൽക്കുന്നത്? ഹരി എവിടെ നിന്നല്ലേ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഒരറ്റ അലർച്ചാട്ടാ. ഹരി മുകളിലുണ്ട് എന്ന് കമല പേടിച്ച് പറയാണ് കേട്ടോ. പിന്നെ ചാടി അങ്ങോട്ട് കയറാണ് കേട്ടോ. സ്റ്റെയർ കേസ് കയറിയിട്ട് ഹരിയുടെ വാതിലിൻ്റെ ലോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ്. ഉള്ളിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ റൂം തുറന്ന് ഹരി പുറത്തേക്ക് വരികയാണ്. മനു മുന്നിൽ വന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ പതുക്കനെ വാതിൽ തുറന്നു, അകത്ത് കയറി ലോക്ക് ചെയ്തു. മുകളിലെ ലോക്ക് വിട്ടു. ഇത് കണ്ടിട്ട് ഹരിക്ക് എന്തോ പന്തികേട്. എന്താ മനേട്ടാ? എന്താ? ഒറ്റ അടിയാണ് കേട്ടോ മുഖത്തേക്ക്. ഹരി വേച്ച് വേഗം തന്നെ ബെഡിലേക്ക് വീണു പോവുകയാണ്. എന്താ എന്നെ തല്ലിയത്? എന്തിനാ എന്നെ തല്ലിയത് ചോദിക്കാൻ കേട്ടോ. മനുവേട്ടാ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് വീണ്ടും ഹരി മനുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണേ. വീണ്ടും അടി, ഒറ്റ അടിക്ക് വീണ്ടും വീഴാൻ പോവുകയാണ് കേട്ടോ. മനുവേട്ടാ എന്തീ ചെയ്യുന്നത്? വീണ്ടും അടി, 3ാമത്തെ അടി കേട്ടോ. ആ അടിയിലും ഹരി വീഴാൻ പോവുകയാണ്. ഇത് കേട്ടോടി കമലയ്ക്ക് ഒന്ന് പന്തികേട് തോന്നുന്നു. കമല ഓടി വരികയാണ് കേട്ടോ. സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഓടി വന്നിട്ട് നിൽക്കുകയാണ്. ഈ സമയത്തും എന്നെ അടിക്കരുത് നിങ്ങളിനി, എന്നെ തൊട്ടാൽ എന്ന് പറയട്ടോ. അങ്ങനെ ഒറ്റ അടി അടിച്ചിട്ട് ബെഡിലേക്ക് വീഴും. ബെഡിലേക്ക് വീണതിന് ശേഷം ഹരി ഇങ്ങനെ മലന്ന് കെടുക്കുകയാണേ. കയറി ഇരുന്നിട്ട് അടിക്കുകയാണ് കേട്ടോ. 2 കവളിലും മാറി അടിക്കുകയാണ്. കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് കമല വന്നിട്ട് മോനെ മനു ഹരി എന്താ അവിടെ സംഭവിക്കുന്നത്? ഇടാ തല്ല് കൂടല്ലേടാ. അപ്പോൾ ഹരി അലറി വിളിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഹരി ഒന്ന് ഒതുങ്ങും. മതിയായി 10 അടിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കവളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നിട്ട് ഇനി എന്നെ തല്ലല്ലേ മനുവേട്ടാ, ഇനി എന്നെ തല്ലല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ മനു ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് വീണ്ടും 4 അടി. അതിന് ശേഷം കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ അടിച്ചതെന്ന് നിനക്കറിയണോ? നിനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ അടിച്ചത്? മനസ്സിലായി ആണോ അല്ലേ? മനസ്സിലായില്ലേ നിനക്ക്? എന്നിട്ട് വീണ്ടും അടിച്ചിട്ട് പിടിച്ചങ്ങ് തൂക്കി എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കമലയാണെന്നുണ്ടെങ്കിൽ ഒച്ചയും വിളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹരിനെ കണ്ടതോടുകൂടി കമല ആകെ ഞെട്ടിത്തരിക്കുകയാണ്. എന്താ മോനെ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. അന്നേരം മനു ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. ഹരി ഇങ്ങനെ ആകെ തളർന്ന് അവശ നിലയിലായിട്ടാ. എന്നിട്ട് കമല ചോദിക്കും, എടാ ദുഷ്ട, എൻ്റെ മോനെ നീ എന്തിനാടാ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്ന് മനുവിനോട് ചോദിക്കുകയാണേ. മനു ഹരിനെ നോക്കുകയാണ്. ഞാൻ എന്തിനാണ് തല്ലിയതെന്ന് നിനക്ക് മനസ്സിലായില്ലടാ എന്ന് ചോദിക്കും. അപ്പോൾ ഹരി തലയാട്ടാണ്. ആണല്ലേ, എന്നാൽ നീ അത് അമ്മയോട് എന്ന് പറയട്ടോ. ഒന്നും മിണ്ടുന്നില്ല കേട്ടാ ഹരി. പറയടാ, എന്തിനാണ് ഞാൻ അടിച്ചതെന്ന് പറയടാ നീ നിൻ്റെ അമ്മയോട് എന്ന് പറയട്ടോ. അപ്പോൾ ഹരി ഇങ്ങനെ പതുക്കനെ പറഞ്ഞു തുടങ്ങാണ്. കമലയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാണ്ട് അന്തം വിട്ട് നിൽക്കണം കേട്ടോ. ഹരി എന്താണ് പറയുന്നത്, ഹരിനെ എന്തിനാണ് മനു അടിച്ചത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ഹരി ഇങ്ങനെ പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, കടപ്പാട്ടൂർ. എന്നിട്ട് അവിടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ഞാൻ അലിനെ വിളിച്ചു വരുത്തി എന്ന് പറയട്ടോ. അത് കേട്ടോടുകൂടി കമല ആകെ തരിക്കുകയാണ് കേട്ടോ. ഇവനെന്താ പറയാൻ പോകുന്നത്? എന്നിട്ട് എന്ത് പറയും? അലിനിക്ക് ലൈം ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തു. ഇത് കേട്ടോടുകൂടിയിട്ട് കമല ആകെ തളർന്നാകെ നിൽക്കണേ. എന്നിട്ട് ഞങ്ങൾ അവളെ കയറി പിടിച്ചു. എന്തിനാടാ കയറി പിടിച്ചത്? അതും കൂടെ എന്ന് പറയട്ടോ. റേപ്പ് ചെയ്യാൻ. ഇത് പറഞ്ഞോടുകൂടിയിട്ട് കമല ആകെ പേടിച്ച് പറിച്ച് കൈ ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അമ്മ എന്താ പറഞ്ഞത്? ഹരിയെ കണ്ടുപിടിക്കാനോ? ആണോ? ബാക്കി പറയടാ. അപ്പോൾ അവള് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം കത്രി എടുത്ത് വയറ്റിൽ കുത്തി എന്ന് പറയട്ടോ. ഇത് കേട്ടോടുകൂടിയിട്ട് കമല ആകെ തളർന്നു പോകാണ് കേട്ടോ. കമല കേട്ടല്ലോ, മകൻ പറഞ്ഞത് കേട്ടല്ലോ.
എന്ന് പറയട്ടോ. കമലയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് കമല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതിന് മനു ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് കമല നോക്കിയിട്ട് മോനെ വളർത്തി വഷളാക്കിയതിന് മോൻ തന്ന ശിക്ഷയാണ്. അവൾ ഒരു തവണയെങ്കിലും പോലീസിനോട് ഈ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറഞ്ഞാലും മതി, 10 വർഷം നീ ജയിലിൽ കിടക്കൂടാ എന്ന് പറഞ്ഞിട്ട് വലിച്ചങ്ങോട്ട് ബെഡിലേക്ക് ഇട്ടിട്ട് ദേഷ്യത്തോടുകൂടി ഇറങ്ങി പോകുന്നത് കമല നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അടിപൊളി ഭാഗമാണ് കേട്ടോ. അലീന ആരുടെ ഫോണിൽ നിന്ന്, അതായത് കൃഷ്ണമോളുടെ ആരുടെ ഫോണിൽ നിന്ന് രേവതിക്കുട്ടിക്ക് വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവിടെ വാതിലിൻ്റെ അവിടെ വരുന്നുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ട് അലീന ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്, എൻ്റെ രക്തമല്ലേ മോളെ അവനെ ഞാൻ എങ്ങനെയാ ചതിക്കാന്ന്. അപ്പോൾ ബാലേന്ദ്രൻ രോഹിത്തും ഹരിയാണിത് ചെയ്തതെന്ന് പറഞ്ഞ് രക്തമാണെന്ന് പറയുമ്പോൾ വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു സത്യം കൂടിയിട്ട് ബാലൻ അവിടെ നിന്ന് അറിയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.